ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആസിഡ് ബേസ് ഒക്കെ അറിയാം അല്ലേ. സോ അതിൻ്റെയൊക്കെ പല കൺസെപ്റ്റ്സ് ആണ്. സോ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ വേണേൽ പറയാം. സോ ആസിഡ് ബേസ് കൺസെപ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ ഇനീഷ്യലി എന്താണ് നമുക്ക് ആസിഡ്, എന്താണ് ബേസ് എന്ന് നമുക്കറിയണം. സോ നമുക്ക് പണ്ട് തൊട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്ത് പി എച്ച് വെച്ച് പറയുവാണെങ്കിൽ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി എച്ച് <7 ആണ് ആസിഡ്. ഓക്കെ, പിന്നെ പി എച്ച് <7 ആണെങ്കിൽ എന്താണ്, ബേസ് ആണ് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അതുപോലെ ഇപ്പം ആസിഡൊക്കെ നോക്കുവാണെങ്കിൽ സോർ ടേസ്റ്റ് ആയിരിക്കും, കയ്പ്പ് ആയിരിക്കും. മീൻസ് സോർ എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ്, ഒരു പുളിപ്പ്, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, മീൻസ് കയ്പ്പ് പോലത്തെ ഒരു ഇതായിരിക്കും. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ അയോൺസ് അല്ലെ H+ അയോൺസ് റിലീസ് ചെയ്യുന്നു, അല്ലെ ബേസ് എന്ന് പറഞ്ഞാൽ OH- അയോൺസ് റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു എന്താണെന്ന് ചോദിച്ചാൽ ആസിഡ് ബേസ് കൺസെപ്റ്റ്സ് ആണ്, അതായത് ഓരോ തിയറീസ് പോലെ കൺസെപ്റ്റ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആസിഡ് ഞാൻ പറഞ്ഞു. അതായത് ആസിഡിന് സോറിൻ ടേസ്റ്റ്, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആണ് ആസിഡ്, ആ ഒരു ടേൺ ചെയ്യുന്ന കളറ്. അതുപോലെ ബേസ് എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റ് ആണ്. അതുപോലെ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലിറ്റ്മസ് പേപ്പർ വെച്ചുള്ള സംഭവം വരുന്നത്. പിന്നെ നമുക്ക് പല കൺസെപ്റ്റ്സ് നോക്കാം. സോ ഇതിനകത്ത് കൺസെപ്റ്റ്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് 3 എല്ലാവരും കണ്ടിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് തന്നെയാണ്. അതായത് അത് +2 വരെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സ് ആണ്. അതായത് അരീനിയസ് കൺസെപ്റ്റ്, ബ്രൗൺസ്റ്റിയർ-ലൗറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ വേറെ രണ്ടെണ്ണമുണ്ട്, ഉസ്സനോവിച്ച് കൺസെപ്റ്റ് ആൻഡ് ലെക്സ്-ഫ്ലഡ് കൺസെപ്റ്റ്. സോ ഉസ്സനോവിച്ച്, ലെക്സ്-ഫ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലൊക്കെ പോകും, PG, UG ഡിഗ്രിക്കൊക്കെ പോകുന്ന സമയത്ത് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ വരുന്ന ടോപ്പിക്കാണ് ഉസ്സനോവിച്ച് അല്ലെങ്കിൽ ലെക്സ്-ഫ്ലഡ് കൺസെപ്റ്റ് എന്നൊക്കെ പറയും. സോ നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ബേസിക്കായിട്ട് നമ്മൾ ഈ 3 ഇതാണ് ഫസ്റ്റ് ഇനീഷ്യലി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് അരീനസ് കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ അരീനസ് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് H+ അയോൺസ് തരുന്നു, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും H+ അയോൺസ് തരുന്നു. അപ്പോൾ ഒരു ബേസ് എന്തായിരിക്കും, OH- അയോൺസ്. ഒബ്വിയസ്ലി OH- ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് HCl-ലും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്യുന്നു. സോ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ആസിഡ് ഇപ്പം ഹൈഡ്രജൻ അയോൺസ് H+ അയോൺസും അതുപോലെ ക്ലോറൈഡ് അയോൺസ് Cl- അയോൺസും തരുന്നു. അതുപോലെ ഒരു ബേസ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിലോ Na+ഉം അതുപോലെ OH- ആണ് യൂഷ്വലി തരുന്നത്. അരീനസ് കൺസെപ്റ്റ്സ് അനുസരിച്ച് ഒരു H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ബേസ് എന്ന് പറയുമ്പോൾ OH- അയോൺസ് ഡിസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് പറയാം. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്, അരീനസ് കൺസെപ്റ്റ്. ഇനി സെക്കൻഡ് കൺസെപ്റ്റാണ് ബ്രൗൺസ്റ്റിയർ-ലൗറി കൺസെപ്റ്റ്. അപ്പം ബ്രൗൺസ്റ്റിയർ-ലൗറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു എന്താണ് അരീനസ് കൺസെപ്റ്റ് കുറച്ച് സിമിലറാണ്. സിമിലർ ഇൻ ടേംസ് ഓഫ് ആസിഡിന് മാത്രമാണ് സിമിലാരിറ്റി വരുന്നുള്ളൂ. കാരണം ആസിഡ് എന്ന് ഇവിടെ പറയുന്നത് ടെൻഡൻസി ടു ഡൊണേറ്റ് പ്രോട്ടോൺസ് ടു അതർ സബ്സ്റ്റൻസ്, അതായത് മറ്റ് സബ്സ്റ്റൻസുകൾക്ക് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൻഡൻസി ടു ആക്സെപ്റ്റ് പ്രോട്ടോൺ ഫ്രം എനി അതർ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ പ്രോട്ടോൺ യൂഷ്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ H+ അയോൺസിനെയൊക്കെയാണ് യൂഷ്വലി പ്രോട്ടോൺസ് എന്ന് പറയാറുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ ബേസ് എന്ന് പറയുമ്പം ആക്സെപ്റ്റ് പ്രോട്ടോൺസ് ഫ്രം എനി അതർ സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു ജനറൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രോണിയം അയോൺസും അതുപോലെ അസറ്റേറ്റ് അയോൺസും ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. സോ അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇവിടെ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് എന്ത് വന്നു, അതിൻ്റെ ഒരു 2 അയോൺ ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് ഹൈഡ്രോക്സിലും ഒന്ന് അസറ്റേറ്റ് അയോൺസും, ഒന്ന് പോസിറ്റീവ് ടേംസ് ഉള്ളതും ഒന്ന് നെഗറ്റീവ് ടേമും ഉള്ളത്. സോ ഇതിനകത്ത് അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡാണ്, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, H3O+ ആണ്. അതുപോലെ അസറ്റേറ്റ് അയോൺ എന്താണ്, അവിടെ കോൺജുഗേറ്റ് ബേസ് ആണ്. സോ അതിൻ്റെ കോൺജുഗേറ്റ് മീൻസ് അതിൻ്റെ പർട്ടിക്കുലർ ഇത് വരുന്നതാണ് നമ്മുടെ അസറ്റിക് ആസിഡ്. ഓക്കെ, അത് കുറച്ച് സിമ്പിളാണ്, കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. തേർഡ് പ്രോപ്പർട്ടി അല്ലെ കൺസെപ്റ്റാണ് ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എന്ന് പറയുമ്പം കേപ്പബിൾ ഓഫ് ആക്സെപ്റ്റിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ഫോം എ കോവലൻ്റ് ബോണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്ത് ഒരു കോവലൻ്റ് ബോണ്ട് ഉണ്ടാകുന്നതാണ് യൂഷ്വലി ലൂയിസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബേസ് എന്ന് പറയുമ്പം ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു.
ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ രണ്ട് കൺസെപ്റ്റ് പറഞ്ഞത് രണ്ടിനെയും പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ H+ൻ്റെ ഇതിലായിരുന്നു പറഞ്ഞത്, പക്ഷേ ഇവിടെ ഇലക്ട്രോണിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു കോവലൻറ്റ് ബോണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ NH3 ഒരു ലൂയിസ് ബേസാണ്, BF3 ഒരു ലൂയിസ് ആസിഡാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം NH3 BF3 ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി. പിന്നെ നെക്സ്റ്റ് രണ്ട് കൺസെപ്റ്റ്സാണ് ലെക്സ് ഫ്ലഡ് കൺസെപ്റ്റും അതുപോലെ ഉസനോവിച്ച് കൺസെപ്റ്റും. ഇത് അത്ര കോമൺ അല്ല, കാരണം നമുക്ക് അത്ര പഠിക്കാൻ അത്രയ്ക്ക് വേണ്ട സംഭവങ്ങളല്ല നമുക്ക് പറയാം, കാരണം മറ്റേ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ലെക്സ് ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആസിഡ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്സ് വിച്ച് ആക്സെപ്റ്റ് ഓക്സിജൻ, ഓക്സിജനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓക്സൈഡാണ് ആസിഡ്. അപ്പം ബേസ് എന്ന് പറയുമ്പം അത് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബേസ് എന്ന് യൂഷ്വലി പറയുന്നത്. സോ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും, കാൽഷ്യം കാർബണേറ്റ് ഇടും. സോ ഇവിടെ ബേസ് എന്താണ്? കാൽഷ്യം ഓക്സൈഡാണ്, കാരണം ഓക്സിജനെ ഡൊണേറ്റ് ചെയ്തു, CO2 അതിനെ ആക്സെപ്റ്റ് ചെയ്തു. സോ കാൽഷ്യം കാർബണേറ്റ് കിട്ടി. നെക്സ്റ്റ് ഉസനോവിച്ച് കൺസെപ്റ്റാണ്. ഉസനോവിച്ച് അനുസരിച്ച് ആസിഡ് എന്ന് പറയുമ്പം സ്പീഷീസ് കേപ്പബിൾ ഓഫ് ഗിവിങ് കാറ്റയോൺസ് ഓർ കമ്പൈനിങ് വിത്ത് ആനയോൺസ് ഓർ ഇലക്ട്രോൺസ് ടു ഫോം സോൾട്ട്. അതുപോലെ ബേസ് എന്ന് പറയുമ്പം സ്പീഷീസ് കേപ്പബിൾ ഓഫ് ഗിവിങ് ആനയോൺസ് ഓർ കമ്പൈനിങ് വിത്ത് കാറ്റയോൺസ് ടു ഗിവ് സോൾട്ട്. അപ്പം കുറച്ച് എളുപ്പമുള്ള ഇത് തന്നെയാണ് ലെക്സ് ഫ്ലഡ് അതുപോലെ ഉസനോവിച്ച് കൺസെപ്റ്റ്. സോ ഇത്രയാണ് നമ്മുടെ കൺസെപ്റ്റ്സ് പറയുവാണെങ്കിൽ വരുന്നത്. അപ്പം ഇത്രയായിരുന്നു വീഡിയോ. നമ്മുടെ ആസിഡ് ബേസ് കൺസെപ്റ്റ് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.